ഹായ് ഓൾ മച്ചമാരെ കൊണ്ടൂർ ബസ്സിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 12 ദേശീയ പണിമുടക്കാണ്. അപ്പം സാധാരണ ദേശീയ പണിമുടക്കിന് ഹർത്താൽ രീതിയിലാണ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനൊരു ഹോസ്പിറ്റൽ കേസുമായിട്ട് നമ്മുടെ തിരുവല്ല വരെ പോവുകയാണ്. വീട്ടിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ അപ്പുറമാണ് ഈ ഹോസ്പിറ്റൽ, അവിടേക്ക് പോവുകയാണ്. അപ്പം പോകുന്ന വഴിയിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങളോ എന്തെങ്കിലും വണ്ടി തടയുകയോ എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ വന്ന് വല്ല വിഷയം ഉണ്ടാകുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച. വേറൊന്നുമില്ല, വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഫോൺ ഇങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം, ഫുള്ള് ലൈവായിരിക്കും. ലൈവല്ല, ഫുൾ റെക്കോർഡായിരിക്കും. നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകേണ്ടത്. സാധാരണ നമ്മുടെ ഈ പണിമുടക്കിന് വണ്ടിയൊന്നും തടയാറില്ല. ന്യൂസിലിപ്പം കണ്ടത് വണ്ടി തടയത്തില്ലെന്നാണ്. കാറുകളൊക്കെ ഓടുന്നുണ്ട്. നമ്മുടെ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ് നമ്മൾ നേരെ തിരുവല്ല. പെട്രോൾ പമ്പെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ ജംഗ്ഷനിലെ കടകളൊന്നും തുറന്നിട്ടില്ല. പാലുവണ്ടി എടുത്ത് പോകുന്നുണ്ട്. വണ്ടികളൊക്കെ വരുന്നുണ്ട്, സ്വകാര്യ വണ്ടികളൊക്കെ ഓടുന്നുണ്ട്, കാറുകളൊക്കെ പോകുന്നുണ്ട്. തൃക്കുടുതാനം ബാലകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയേക്കാം. അഥവാ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കോളും. നമ്മുടെ ഈ ആരമല നമ്മളിത് ശിവരാത്രിയോടനുബന്ധിച്ച് ആരമല ശിവക്ഷേത്രത്തിന് അലങ്കാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് ശിവരാത്രി, അതിനോടനുബന്ധിച്ചിട്ടുണ്ട് പ്രോഗ്രാം. നമ്മൾ ആരമല എത്തിയിട്ടുണ്ട്. ആരമലയിലും കടകളൊന്നും ഇല്ല, എല്ലാം അടച്ചിട്ടേക്കാണ്. പെട്രോൾ പമ്പുകളൊന്നും ഇല്ല. ഡീസല് കുഴപ്പമില്ലാതെ ഡീസലുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് വഴി കിടക്കേണ്ടി വരും. പക്ഷേ റിസർവൊന്നും ആയിട്ടില്ല. പള്ളിയിൽ പോയിട്ടൊക്കെ ആളുകളൊക്കെ പോകുന്നുണ്ട്. ഏകദേശം സമയം ഇപ്പോൾ 7:30 കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 7:30 കഴിഞ്ഞു. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് നമുക്ക് പണിമുടക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 4 കോടി എന്ന ജംഗ്ഷനിലേക്ക് എത്തിയതാണ്. ഇതാണ് 4 കോടി ജംഗ്ഷൻ. അവിടെയും കടകളൊക്കെ പൂർണ്ണമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. തടയുന്ന ആരുമില്ല. പോലീസുകാർ പോവാണോ പോലീസുകാർ ഒന്ന് ഈ പാർട്ടിയുടെയൊക്കെ ജാഥ വരുന്നതിന് അവർ വരുന്നതാണ്. അതിൻ്റെ പോലീസുകാർ അവിടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ 4 കോടിയിൽ പുതിയതായിട്ട് വരുന്ന ഒരു ബാറാണ് ഈ സൈഡിൽ. വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ മൊബൈലിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പേടിക്കേണ്ടത് പായിപ്പാട് ജംഗ്ഷനാണ്. പായിപ്പാട് ജംഗ്ഷനിലൊന്നും ആരും കാണത്തില്ല. നോക്കാം നമുക്ക്. അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പായിപ്പാട് ജംഗ്ഷനിലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആരും ജാഥയൊന്നും കാണത്തില്ല പാർട്ടിയുടെയോ. അപ്പം ഇന്നത്തെ പണിമുടക്കിൻ്റെ ഉദ്ദേശം എന്നാണെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. നമ്മുടെ ഉദ്ദേശം ഇന്ന് ആരെയും നമ്മളെ തടയുകയോ ഇല്ലയോ എന്നാണ്. അല്ലാതെ വേറൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പം ഇതൊക്കെയാണ് വീഡിയോ.
ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നാം. കണ്ടന്റ് ക്ഷാമമുണ്ട്. എല്ലാവരും ഇങ്ങനെ ഓരോ കണ്ടന്റുകൾ ഇങ്ങനെ ഡെയിലി ഇടുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ കണ്ടന്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കണ്ടന്റുകളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ഒന്നും വീഡിയോ ഇടാത്തത്. നമുക്ക് ഇപ്പം പായിപ്പാട്ടൊക്കെ എത്തുകയാണ്. പായിപ്പാട് ജംഗ്ഷൻ ഒരു വലിയ കവലയാണ്. നമ്മുടെ പെരുമ്പാവൂരൊക്കെ പോലെ ഏറ്റവും കൂടുതൽ ബംഗാളികൾ താമസിക്കുന്ന സ്ഥലമാണ് പായിപ്പാട്. പണ്ടിവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ കാണുന്ന പായിപ്പാടിൻ്റെ ഈ ഭായിമാർ അവരുടെ വേസ്റ്റ് കൊണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയം നടന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരുപാട് ഭായിമാരെ നാട് കടത്തിയ സ്ഥലം കൂടിയാണ് പായിപ്പാട്. നല്ല മനുഷ്യനാണ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ പായിപ്പാട്ടയും. പക്ഷേ അന്നൊരു ഭയങ്കര വിഷയങ്ങളായിരുന്നു ഭായിമാരോട്. അവരൊക്കെ നല്ല ആളുണ്ട് കേട്ടോ. കൊച്ചുപള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. പായിപ്പാട് എത്താറായിട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ഗൈസ് എന്ന് പറയുന്നത് കൊണ്ട് എല്ലാവർക്കും തന്നെ കാണുന്നവർക്ക് കുറേ കളിയാക്കുകളൊക്കെ ഉണ്ട്. ഇപ്പം കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. നമ്മളിങ്ങനെ തന്നെ പോകും. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഇങ്ങനെ കളിയാക്കുകാരൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ ചാനലിൽ ഇതുവരെ ഒരു റീച്ചോ നല്ല വീഡിയോയ്ക്കൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് നാളായിട്ട് ഇതുവരെ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല നമ്മുടെ ചാനലിന്. അത് സത്യമാണ്. നിങ്ങളുടെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പായിപ്പാട് ഗൈസ് ഫോണൊന്ന് താഴെ വീണതാണ്. ഗൈസ് ഹോൾഡ് ചെയ്തെടുത്തൊന്ന് ഫോണൊന്ന് നേരെ താഴോട്ട് വീണു. ഇന്നലെ ഫോണൊന്നും താഴോട്ട് വീണു. നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ചെറുതായിട്ട് കട്ടറിക്കരുത് താഴെ വീണിട്ടുണ്ട്. ഒന്നും പറ്റിയില്ല. നമ്മുടെ സിസ്റ്റം തന്നെയാണ് വീണത്. ഒരുപാട് ഭായിമാരുണ്ടോ. ഇവർക്ക് ഇന്ന് പണികളൊക്കെ ഒന്നുമില്ലെന്ന് തോന്നുന്നു. എല്ലാവരും പണിക്ക് പോകാൻ വേണ്ടി രാവിലെ കുളിച്ചൊരുങ്ങി വന്നേക്കുകയാണ്. ഇഷ്ടംപോലെ ഭായിമാരുണ്ട്. ഇന്നലായിരുന്നു ഇല്ലെന്ന് തോന്നുന്നു ദേശീയ പണികളൊക്കെ കാണുന്നു. നമ്മളെ തടയാനൊന്നും ആരുമില്ല. അവിടെയൊക്കെ ഒരുപാട് ഭായിമാരുണ്ടല്ലോ. നമ്മൾ പായിപ്പാടും അത് ഗംഭീരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആരുമില്ല, വിഷയങ്ങളൊന്നുമില്ല. കടയെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. കടയൊന്നും ആരും തുറന്നിട്ടില്ല. ചെറിയൊരു കട്ടയിൽ കയറിയതാണ്. ഫോണ് ചെറുതായിട്ട് താഴെ പോയി. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. സീറ്റൊക്കെ നമ്മുടെ പായിപ്പാട് മീൻ മാർക്കറ്റിൽ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അവിടെയാണ് ഒരു മാർക്കറ്റൊക്കെ എല്ലാം അടഞ്ഞു കിടക്കുമല്ലോ.
4:45. ബദേൽപടി എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് തിരിഞ്ഞാണ് നമ്മൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. നമ്മളിപ്പോഴൊരു ഹോസ്പിറ്റലിൽ കേസ് വന്നിരിക്കുകയാണ്. അതിന് പോകുന്നതാണ്. നമ്മൾ പോകേണ്ട കാര്യമൊന്നും ഇല്ലാത്തതാണ്. ഇവരെ പോകേണ്ട അത്യാവശ്യം ഒരു ഹോസ്പിറ്റൽ കേസ് ഉള്ളതാണ് നമ്മൾ ഇന്ന് പോകുന്നതിന് വേണ്ടി എടുത്ത്. ഇതുവരെ ഒരു ടാക്സി വാഹനം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഹർത്താലും പോട്ടെ, പണിമുടക്ക് പൂർണ്ണമാണ്. പോകുന്നതെല്ലാം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ്. ഹർത്താല്, പണിമുടക്ക്, ഇങ്ങനെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വണ്ടി എടുത്തൊന്ന് പുറത്തു പോകാനൊരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടിയൊക്കെ എടുത്തൊന്ന് ഒന്ന് കറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം വരും. അന്ന് ചിലപ്പോൾ പെട്രോളും കാണത്തില്ല. അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്കൊരു 2 കിലോമീറ്ററുടെ ട്രാവലുള്ളൂ. നമ്മുടെ വീഡിയോ അവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ജംഗ്ഷൻ്റെ പേരെനിക്കറിയത്തില്ല. അവിടെ ഒരു ഇറച്ചിക്കട ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. കുഴപ്പമില്ലായിരിക്കും, അറിയില്ല. ഇന്നലെ വെട്ടിയതാണോ പുള്ളി അറിയാതെ വെട്ടിയതാണോ എന്നറിയത്തില്ല. ഇറച്ചിക്കട അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. വേറെ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. കുഴപ്പമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. സ്ഥലപ്പേര് എനിക്ക് അറിയത്തില്ല. ഒരു അങ്കിൾ അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇവിടം വരെ പോകണമെന്ന് എനിക്ക് കൈ നിർത്താഞ്ഞത്. പിന്നെ നമ്മൾ എല്ലാവരെയും കയറ്റിക്കൊണ്ടൊക്കെ പോകുന്നതാണ്. പോലെ ബൈക്കിലൊന്നും ഇപ്പോൾ ആരും കേൾക്കത്തില്ല. ഹെൽമെറ്റ് വെക്കേണ്ട വിഷയമുള്ളതുകൊണ്ട് ആരും നിർത്താറില്ല. പക്ഷെ വണ്ടിയില്ലാത്തതുകൊണ്ടായിരിക്കും ഞങ്ങൾ കൈ കാണിച്ചത്. പക്ഷെ എനിക്ക് എത്തേണ്ട സ്ഥലമാണ് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ കയറ്റാഞ്ഞത്. നമ്മൾ തിരുവല്ല എടുക്കാറായി. ഇതുവരെ ഒരു പ്രശ്നങ്ങളില്ല. പ്രായമുള്ള പുള്ളി വണ്ടി ഓടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്.
ഹോസ്പിറ്റലോ എയർപോർട്ടോ അങ്ങനെ എന്തോ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പം പോയ വണ്ടിയിലും ബോർഡ് വെച്ചിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് ബോർഡ്. നമ്മുടെ വണ്ടിയിൽ ബോർഡൊന്നും വെച്ചിട്ടില്ല. നമുക്ക് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി തിരിച്ചു പോകുന്നു എന്ന് തന്നെയാണ്, 10 മിനിറ്റ് തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പം ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.